ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഫുഡ് വീഡിയോ ആണ്. അപ്പോൾ ഞാനിന്നൊരു ബോട്ടി ഫ്രൈ ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ബോട്ടി എന്ന് ചില നാട്ടിൽ പറയും, ചില നാട്ടിൽ പോട്ടി എന്ന് പറയും. ഭയങ്കര ടേസ്റ്റിയാണ്. നല്ല കുരുമുളക് പൊടിയിട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റിയാണ്. നല്ല ചുമക്കൊക്കെ നല്ല മരുന്നാണ് നമ്മുടെ കാരണവന്മാർ പറയാറ്. അപ്പോൾ അത് ഒരു എന്തായിരുന്നു ഒന്ന് ട്രൈ ചെയ്യുകയാണ് കേട്ടോ. ഞാൻ ഇവിടെ ഇൽപ്പോട് മാർക്കറ്റിൽ കുറച്ച് ബീഫ് മേടിക്കാനും കുറച്ച് കരൾ മേടിക്കാനൊക്കെ പോയതാണ്. അപ്പോൾ ഞാനവിടെ ബോട്ടി ഇങ്ങനെ ഫ്രോസണായിട്ടിരിക്കുന്നത് കണ്ടു. അങ്ങനെ ഒരുപാട് നാളായിട്ട് ബോട്ടി കഴിച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ച് ഞാൻ കുറച്ച് മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് കൊണ്ടുവന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നന്നായിട്ട് കഴുകി വെള്ളം പോകാൻ വേണ്ടി വയ്ക്കുന്നു. അതിനുശേഷം അതിലേക്ക് വേണ്ട ചേരുവകൾ നമ്മൾ റെഡിയാക്കുകയാണ്. എന്താ പറയുക ഉള്ളി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വയ്ക്കുന്നു. പിന്നെ അതുകൂടാതെ ചെറിയ കുക്കറിലേക്ക് കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി ഇതെല്ലാം കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഏകദേശം നന്നായിട്ട് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ കുറച്ച് ഇറച്ചി മസാലയും കൂടി ഇടുന്നു. അതെല്ലാം കൂടെ ചേർത്ത് അതിന് ശേഷം നമ്മൾ പോട്ടി അതിലോട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിനോട്ട് ആവശ്യമുള്ള നമ്മൾ വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ കുറച്ച് ഉള്ളിയും കൂടെ അതിലോട്ട് ഇടുന്നു. അങ്ങനെ ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കും. ഇത് കാണുമ്പോൾ എനിക്ക് നാട്ടിലെ കാര്യമാണ് ഓർമ്മ വരുന്നത്. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് നമ്മുടെ വീട്ടിലെ നമ്മുടെ സ്വന്തക്കാരുടെയും ചിറ്റന്മാരെയൊക്കെ കല്യാണത്തിന് നമ്മൾ ഇപ്പോഴത്തെ കാലത്ത് കേട്ടോ, പണ്ട് നമ്മൾ ഒരു പോത്ത് മുഴുവനായിട്ട് മേടിക്കുക, 1-2 പോത്ത് മേടിക്കും. അങ്ങനെ ആ പോത്ത് മേടിച്ച് കഴിയുമ്പോൾ കല്യാണ വീട്ടിൽ അത് പൂട്ടി നന്നാക്കി ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ കഴുകി, അതൊരു ആഘോഷമാണ്. ഒരു നല്ല പണിയാണ് കേട്ടോ ഇത് മൊത്തം കഴുകി വൃത്തിയാക്കുക എന്നുള്ളത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഇത് ചെയ്തവർക്ക് അറിയാമായിരിക്കും. നല്ല ചൂടുവെള്ളത്തിലേക്ക് ഇട്ട് നമ്മൾ കത്തി കൊണ്ട് ചോരൻ്റെ കളഞ്ഞ് വേണത് നല്ല പണി, നല്ല മെനക്കേടാണ്. പക്ഷേ അത് ഉണ്ടായിക്കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റുമാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ്, നല്ല ടേസ്റ്റാണ്. കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് വരട്ടിയും കിടക്കണം. ചുമയ്ക്ക് പഴമക്കാർ പറയാറുണ്ട് ചുമയ്ക്കൊക്കെ നല്ല മരുന്നാണെന്ന്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ചു വയ്ക്കുകയാണ്. ഏകദേശം ഞാനൊരു 4 വിസിൽ അടുപ്പിച്ചു ഇതിന്. കാരണം നമുക്കിതിന് വേവ് അറിയത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അടുപ്പിച്ചു. അത് അടുപ്പിച്ച ശേഷം പിന്നെ നമ്മളൊരു പാനിലേക്ക് ഓയിലൊഴിച്ച് അതിലോട്ട് കടുക് പൊട്ടിക്കുകയാണ്. നന്നായിട്ട് ചൂടായ ശേഷം കടുക് ഇടുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ അവിടെ പൊട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ചെറുജീരകം ഇട്ട് കൊടുക്കുകയാണ്. ചെറുജീരകമൊക്കെ ഇട്ട് ഇതിന് ശേഷം നമ്മൾ ഇപ്പുറത്തെ ഇടയ്ക്ക് നോക്കണം കേട്ടോ, കുക്കറിൽ സാധനം വെച്ചിട്ടുണ്ട്, അതിങ്ങനെയൊന്ന് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിലോട്ട് നമ്മൾ കുറച്ച് നേരത്തെ കട്ട് ചെയ്തതിൻ്റെ ബാക്കി ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വറവ് ചെയ്യുന്നു. അത് ഏകദേശം ഒന്ന് ആയതിന് ശേഷം നമുക്ക് അതിലോട്ട് ഉള്ളി, നമ്മളവിടെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ. എത്രത്തോളം വഴറ്റുവാണോ അത്ര നല്ല ടേസ്റ്റിയാണത്. നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ട് വഴറ്റുവാണെങ്കിൽ പെട്ടെന്ന് ഇത് ഫ്രൈ ആയി കിട്ടും. നന്നായി ഡീപ്പ് ഫ്രൈ ആകണ്ട കേട്ടോ, നന്നായിട്ട് വഴറ്റുക. ഏകദേശം ആയി വന്നിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ കുറച്ച് മല്ലിപ്പൊടി ഇടുന്നു. മല്ലിപ്പൊടി, മുളക് പൊടി ആവശ്യത്തിന്. മുളക് പൊടി ഡിപ്പെൻസ് ആണ്, ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ചാണ്. ഞങ്ങളിവിടെ കാശ്മീരി മുളക് പൊടിയാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കാരണം എരിവ് കൂടുതലായതുകൊണ്ട്. പിന്നെ ആവശ്യത്തിന് ഞങ്ങൾ കുരുമുളക് പൊടി വീട്ടിൽ നിന്ന് കുരുമുളക് കൊണ്ടുവന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ അത് ആവശ്യത്തിന് ചേർക്കാമല്ലോ. അപ്പോൾ അത് മുളക് പൊടി ഞങ്ങൾ കുറച്ചിടാറുള്ളൂ. പിന്നെ മഞ്ഞൾപ്പൊടി ഇടുക. അത് എല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട്, കുരുമുളക് പൊടിയാണിത്, നന്നായിട്ട് ഇളക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ബോട്ടി ഏകദേശം വെന്ത് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ടിട്ട് വീണ്ടും ഇളക്കി കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കും. നന്നായിട്ട് വെന്ത് കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയും പല്ലിനൊക്കെ പ്രശ്നമായതുകൊണ്ട് നമ്മൾ നന്നായിട്ട് വേവിച്ചിട്ടാണ് കഴിക്കുള്ളൂ. അങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്യുന്നതാണ് കേട്ടോ വെന്തോന്ന്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം കൂടി ഇട്ട് ഞങ്ങൾ വേവിക്കും. എന്നിട്ട് ഡ്രൈ ആക്കി എടുക്കണം. ഡ്രൈ ആക്കി എടുത്താലാണ് അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. എന്നിട്ട് തന്നെ കൊതി വന്നിട്ടുണ്ടല്ലേ. ഞങ്ങൾ എന്താ പറയുന്നത്, എനിക്ക് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നാട്ടിലെ കാര്യമാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ നാട്ടിൽ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3-4 ദിവസത്തേക്ക് നമുക്ക് ഓക്കെയാണ്. ഇപ്പോൾ ഇത്രയൊന്നും അല്ലോട്ടുള്ളേ, ഒരു പോത്തിൻ്റെ മൊത്തം ബോട്ടി ഉണ്ടാവും. അപ്പോൾ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇവിടേക്ക് ഉള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ആവുന്നുണ്ട്. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നാട്ടിൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. അതൊക്കെ സ്വാഭാവികമായിട്ടും എന്താ പറയുന്നത്, ഫ്രഷ് സാധനം അല്ലല്ലോ, ഫ്രോസൺ അല്ല. അപ്പോൾ ഫ്രോസൺ എന്തുണ്ടാക്കിയാലും ആ ഫ്രഷിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടില്ല. എങ്കിൽ പോലും നമ്മൾക്ക് ഇടയ്ക്ക് ഒരു നൊസ്റ്റാൾജിയ വരുമ്പോൾ ഇടയ്ക്ക് ഒന്ന് മേടിച്ച് ട്രൈ ആവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു വീഡിയോ കണ്ടതിൽ.